Welcome to a new video tutorial about question formation. Mainly there are two types of questions in English, WH questions and yes or no answer questions. പ്രധാനമായും ഇംഗ്ലീഷിൽ രണ്ട് തരം ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് WH questions, മറ്റൊന്ന് യെസ് എന്നോ നോ എന്നോ ആൻസർ പ്രതീക്ഷിക്കുന്ന യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് പരീക്ഷകളിൽ സർവ്വസാധാരണമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒന്നോ അതിലധികമോ ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇമാജിൻ ചെയ്തുകൊണ്ട് 5-6 ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ഡിസ്കോഴ്സ് ക്വസ്റ്റ്യനും. നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ WH ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻസും നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളതെന്ന് വിശദമായിട്ട് പരിശോധിക്കാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കാദ്യം ഒരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡർ ഒന്ന് പരിശോധിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആരംഭിക്കുന്നത് സബ്ജക്റ്റ് കൊണ്ടാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വേർബ് വേണം. വേർബ് ഒരുപക്ഷെ ഒരു സിംഗിൾ വേർഡ് മെയിൻ വേർബ് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓക്സിലറി പ്ലസ് മെയിൻ വേർബ് എന്ന രൂപത്തിലായിരിക്കാം. അതും കഴിഞ്ഞ് സെൻറ്റൻസിനെ പൂർത്തീകരിക്കാൻ ഒബ്ജക്റ്റ്, കോംപ്ലിമെൻറ്റ്, ആഡ്വേർബിയൽ എന്നിവ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നാൽ ഒരു ചോദ്യത്തിൻ്റെ വേർഡ് ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ചോദ്യ സെൻറ്റൻസിൽ നാം ഒരു WH ക്വസ്റ്റ്യനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം ക്വസ്റ്റ്യനിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് നാം ആദ്യം ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഓക്സിലറി വേർബ് വേണം. ഓക്സിലറി വേർബ് കഴിഞ്ഞാണ് സബ്ജക്റ്റ് വരേണ്ടത്. സബ്ജക്റ്റും കഴിഞ്ഞ് മെയിൻ വേർബ് ചേർക്കുന്നു. മെയിൻ വേർബ് കഴിഞ്ഞ് സെൻറ്റൻസിനെ പൂർത്തീകരിക്കാൻ മറ്റു വല്ല പദങ്ങളും ആവശ്യമുണ്ടെങ്കിൽ അത് കൂടെ ചേർത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളെ നാം എഴുതുന്നത്. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ളതിൻ്റെ വേർഡ് ഓർഡർ അത് ഓക്സിലറി വേർബ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഓക്സിലറി കഴിഞ്ഞാണ് സബ്ജക്റ്റ് വരേണ്ടത്. സബ്ജക്റ്റും കഴിഞ്ഞ് മെയിൻ വേർബും പിന്നീട് സെൻറ്റൻസിനെ പൂർത്തീകരിക്കാൻ മറ്റു വല്ല പദങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നാം എഴുതുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും സ്റ്റേറ്റ്മെൻറ്റിൽ സബ്ജക്റ്റ് കഴിഞ്ഞാണ് ഓക്സിലറിയും വേർബുമൊക്കെ വരുന്നത്. എന്നാൽ ഒരു ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ ഒരു ഓക്സിലറി വേണം. ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വേർബ് എന്ന ഓർഡർ ശ്രദ്ധിക്കുക. ആസ് ദ വേർഡ് ഓർഡർ ഷോൺ above, the WH questions begin with a WH question word. Then an auxiliary verb comes before the subject. നാം മുകളിൽ കാണിച്ച പോലെ ഒരു WH ക്വസ്റ്റ്യൻ്റെ വേർഡ് ഓർഡർ എന്നുള്ളത് ആദ്യം അനുയോജ്യമായിട്ടുള്ള ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് വേണം. അത് കഴിഞ്ഞ് ഒരു ഓക്സിലറി വേർബ് വേണം. ആ ഓക്സിലറി വേർബ് സബ്ജക്റ്റിന് മുമ്പിൽ വരികയും വേണം. If there is no auxiliary verb already present in the statement, we split the main verb with do, does or did to form the question. എന്നാൽ നാം ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ അതിലെ മെയിൻ വേർബിനെ നാം ഡു, ഡസ്, ഡിഡ് ഇവ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോം എടുത്ത് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കും. ഉദാഹരണത്തിന് നാം ചോദിക്കുന്ന സെൻറ്റൻസിലെ മെയിൻ വേർബ് ഒരു ബേസ് ഫോമിലാണെങ്കിൽ നാം ഡു എടുക്കുന്നു. അതൊരു യെസ് ഫോം വേർബാണെങ്കിൽ ഡസ് എടുക്കും. അതൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണെങ്കിൽ നാം ഡിഡ് എടുക്കും. നമുക്ക് ഒരു ഉദാഹരണ സെൻറ്റൻസിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ എ എന്നുള്ള ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിന് ബി ഒരു മറുപടിയും പറഞ്ഞിരിക്കുന്നു. ബിയുടെ മറുപടിയിൽ നിന്നാണ് നാം എയുടെ ചോദ്യം തിരിച്ചറിയേണ്ടത്. ദ ഡോക്ടർ ഹാഡ് ഹിസ് മീൽസ് അറ്റ് എ റെസ്റ്റോറൻറ്റ് എന്നുള്ള ഈ സെൻറ്റൻസിൽ ഡോക്ടർ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം ഇതായിരിക്കും, എവിടെ നിന്നാണ് ഡോക്ടർ ഭക്ഷണം കഴിച്ചത്? അപ്പോൾ എവിടെ നിന്ന് എന്ന് ചോദിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് വേർ. അത് നാം എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓക്സിലറി വേർബാണ്. ഓക്സിലറി വേർബ് ഈ സെൻറ്റൻസിൽ ഇല്ല. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ഹാഡ് എന്നുള്ളത്
ഈ സെൻറ്റൻസിൽ ഒരു ഓക്സിലറി വേർബ് അല്ല. ഹാഡ് എന്നതിൻ്റെ 3 ഫോമാണ്. ബേസ് ഫോം ഹാവ്, അതിൻ്റെ എസ് ഫോം ഹാസ്, ദെൻ സിമ്പിൾ പാസ്റ്റ് ഫോം ഹാഡ്. ഇവ ഓക്സിലറി ആയിട്ടും മെയിൻ വേർബായിട്ടും പ്രവർത്തിക്കും. മറ്റൊരു വേർബ് ഫോമിനോടൊപ്പം വരുമ്പോൾ, ഒരു V3 ഫോമിനോടൊപ്പം വരുമ്പോഴാണ് ഇവ ഓക്സിലറി ആകുന്നത്. അല്ലാത്ത ഘട്ടങ്ങളിൽ ഇവ തനിച്ച് മാത്രം ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അത് ആ സെൻറ്റൻസിലെ മെയിൻ വേർബ് ആയിരിക്കും. ഇവിടെ ഹാഡ് എന്നുള്ളത് ഈ സെൻറ്റൻസിലെ മെയിൻ വേർബാണ്. ഭക്ഷണം കഴിച്ചു എന്നുള്ള അർത്ഥം വരുന്ന. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഹാവ് എന്നുള്ള ബേസ് ഫോം, അതിൽ ഡു ഉണ്ടായിരിക്കും, ഡു പ്ലസ് ഹാവ് ആണത്. ഹാസ് ആണെങ്കിൽ ഡസ് പ്ലസ് ഹാവ്, ഹാഡ് ആണെങ്കിൽ ഡിഡ് പ്ലസ് ഹാവ്. നമ്മുടെ മെയിൻ വേർബ് ഇവിടെ ഹാഡ് ആണ്, അതിൽ നിന്ന് നാം ഡിഡ് എടുത്തു. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ് വേർ, ദെൻ ഡിഡ് എന്നുള്ള ഓക്സിലറി, അത് കഴിഞ്ഞ് നമുക്ക് സബ്ജക്റ്റ് വേണം, ദാറ്റ് ഈസ് ദ ഡോക്ടർ. പിന്നീട് റിമൈനിങ് പാർട്ട് ഓഫ് ദി വേർബ്, ദാറ്റ് ഈസ് എ മെയിൻ വേർബ്. സ്പ്ലിറ്റ് ചെയ്തിൽ നമ്മൾ ഡിഡ് എടുത്ത് ബാക്കി വരുന്ന മെയിൻ വേർബിൻ്റെ ഭാഗം അതാണ് പിന്നെ കൊടുക്കുന്നത്, അത് ഹാവ്. സോ ദ ടോട്ടൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് വിൽ ബി where did the doctor have his meal? Answer is the doctor had his meals at a restaurant. There's an important point to be noted when making a question word question. When the question is about the subject or the doer of an action, no need to use do or does or did, as in questions what happened, who told you, etc. We should not use what did happen, who did tell you. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ചോദ്യം ഒരു പ്രവൃത്തി ആര് ചെയ്തു എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നാം ഉണ്ടാക്കുന്നത് ഹൂ അതല്ലെങ്കിൽ വാട്ട് പോലുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുകൊണ്ടാണ്. ഇത്തരം ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നാം ഒരു പ്രവൃത്തിയുടെ സബ്ജക്റ്റിനെ കുറിച്ച് ആണ് ചോദിക്കുന്നതെങ്കിൽ അത്തരം ക്വസ്റ്റ്യനുകളിൽ നാം വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു എന്നോ ഡസ് എന്നോ ഡിഡ് എന്നോ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കേണ്ടതില്ല എന്നർത്ഥം. ഉദാഹരണത്തിന് വാട്ട് ഹാപ്പൻഡ് എന്നാണ് ചോദിക്കേണ്ടത്, അതല്ലാതെ വാട്ട് ഡിഡ് ഹാപ്പൻ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കരുത്. ഹൂ ടോൾഡ് യു എന്നതാണ് ചോദ്യം. അതിനു പകരം ഹൂ ഡിഡ് ടെൽ യു എന്ന് ചോദിക്കേണ്ടതില്ല. കൂടുതൽ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ എ എന്നുള്ള വ്യക്തിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബി അതിന് ആൻസർ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മൈ ടീച്ചർ ഹെൽപ് ടു മീ എന്നുള്ളതാണ് ആൻസർ. ഹെൽപ്ഡ് എന്നുള്ള വേർബിൻ്റെ സബ്ജക്റ്റാണ് മൈ ടീച്ചർ. ആ മൈ ടീച്ചർ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദ്യം. ഹൂ ഹെൽപ് ടു യു എന്നാണ് ചോദിക്കേണ്ടത്, അതല്ലാതെ ഹൂ ഡിഡ് ഹെൽപ് യു എന്ന് ചോദിക്കരുത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെയും എയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നാം ബിയുടെ ആൻസർ പരിശോധിക്കുക. മൈ ഫാദർ ക്യാൻ സപ്പോർട്ട് മീ. ഈ ആൻസർ സെൻറ്റൻസിൽ ക്യാൻ എന്നുള്ള ഒരു മോഡൽ ഓക്സിലറി വേർബ് ഉണ്ട്. എന്നാൽ മൈ ഫാദർ എന്നുള്ളതാണ് ആൻസർ, അത് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ്. സ്വാഭാവികമായിട്ടും താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് കഴിയും എന്നാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ ക്യാൻ എന്നുള്ള ഓക്സിലറി നമുക്ക് ഉപയോഗിക്കണം. ഹൂ ക്യാൻ സപ്പോർട്ട് യു എന്നാണ് ചോദ്യം. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നാം മെയിൻ വേർബിനെ ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി എടുക്കും എന്നുള്ള ആ പ്രക്രിയ ഇത്തരം സബ്ജക്റ്റുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ വേണ്ട എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ്, yes or no answer questions. Yes or no answer questions begin with an auxiliary verb. നാം നേരത്തെ മനസ്സിലാക്കിയതാണ് yes or no answer questions ഒരു ഓക്സിലറി വേർബ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ഇത്തരം ക്വസ്റ്റ്യനുകളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ എ എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ആദ്യം നാം ചെയ്യേണ്ടത് ബി എന്നുള്ള വ്യക്തി കൊടുത്ത ആൻസർ പരിശോധിക്കുക എന്നുള്ളതാണ്. ബിയുടെ ആൻസർ എസ് എന്നുള്ള പദം കൊണ്ടാണ് തുടങ്ങുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എസ് എന്നുള്ള ഒരു പദം ആൻസറായിട്ട് തുടങ്ങുമ്പോൾ അതിന് നാം ചോദിക്കേണ്ടത് ഒരു എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
യെസ് ഓർ നോ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഓക്സിലറി വേർബുകൾ കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആൻസർ സെൻറ്റൻസിൽ നിന്ന് ഒരു ഓക്സിലറി വേർബ് കണ്ടെത്താൻ ശ്രമിക്കണം. ഇവിടെ നമുക്ക് പ്രകടമായിട്ട് ഒരു ഓക്സിലറി വേർബ് ഇല്ല. അപ്പോൾ നാം മെയിൻ വേർബ് പരിശോധിക്കുക. മെയിൻ വേർബ് ലിവ് എന്നുള്ള ഒരു ബേസ് ഫോം വേർബാണ്. ആ മെയിൻ വേർബിനെ നമുക്ക് ഡു, ഡസ്, ഡിഡ് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഓക്സിലറി കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ബേസ് ഫോം ആയതുകൊണ്ട് നമുക്ക് അതിനോട് യോജിപ്പിക്കാൻ പറ്റുന്നത് ഡു ആണ്. ഡു പ്ലസ് ലിവ് ആണ് ലിവ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡു എന്നുള്ള ഓക്സിലറി കിട്ടും. നാം അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഡു എന്നതുകൊണ്ട് തുടങ്ങുന്നു, ഡു. ദെൻ ആൻസർ സെൻറ്റൻസിൽ ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആൻസർ സെൻറ്റൻസിൽ ഐ സബ്ജക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ക്വസ്റ്റ്യനിൽ യു എന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റ് യു എന്ന് ചേർക്കാം. ഡു യു എന്ന് കിട്ടി. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഇനി വേണ്ടത് വേർബാണ്. മെയിൻ വേർബായിട്ട് ഓക്സിലറിയെ മാറ്റിക്കഴിഞ്ഞാൽ ലിവ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡു പ്ലസ് ലിവ് ആയിരുന്നല്ലോ വേർബ്. അതുകൊണ്ട് ആ ലിവ് എന്നുള്ള വേർബ് എടുത്തു. ഡു യു ലിവ്. ഇനി ആൻസറിൽ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് എന്ന് കിട്ടണമെങ്കിൽ വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ് എന്ന് ചോദിക്കണം. അപ്പോൾ ഡു യു ലിവ് വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ് എന്നാണ് നമ്മൾ ചോദിച്ചത്. അങ്ങനെ നമുക്ക് യെസ് ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് എന്നുള്ള ആൻസറും കിട്ടി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്സിലറി നമ്മുടെ ആൻസർ സെൻറ്റൻസിൽ തന്നെ ഓക്സിലറി കണ്ടെത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബിയുടെ ആൻസർ നോക്കുക. യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ്. അതെ, ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ പഠനം പൂർത്തീകരിച്ചുവോ എന്നായിരിക്കും ചോദിക്കേണ്ടത്. ഇതും ആൻസർ തുടങ്ങുന്നത് എസ് എന്നുള്ള പദം കൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ചോദ്യം ഒരു എസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കണം. തുടങ്ങേണ്ടത് ഓക്സിലറി വേർബ് കൊണ്ട്. ഈ സെൻറ്റൻസ് ആൻസർ സെൻറ്റൻസ് പരിശോധിച്ച് ഓക്സിലറി ഉണ്ടോ എന്ന് കണ്ടെത്തുക. യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്നിവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഹാവ് ദെൻ കംപ്ലീറ്റഡ് എന്നുള്ളൊരു V3 വേർബ് ഫോമും കൂടെ ഉണ്ട്. നാം നേരത്തെ പറഞ്ഞിരുന്നു ഹാവ്, ഹാസ്, ഹാഡ് തനിച്ചാണ് വരുന്നതെങ്കിൽ അത് ഓക്സിലറി ആയിരിക്കില്ല, മെയിൻ വേർബ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഹാവ് തനിച്ചല്ല, അതോടൊപ്പം കംപ്ലീറ്റഡ് എന്നുള്ള V3 ഫോമുണ്ട്. അതുകൊണ്ട് ഹാവ് എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്. അതേ ഓക്സിലറി വേർബിനെ നാം എടുക്കുന്നു, ഹാവ് എടുത്തു. ദെൻ ഐ എന്നുള്ളതാണ് ആൻസർ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ യു എന്ന് ചോദിക്കണം. ഹാവ് യു. ദെൻ അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വേർബ്. ഇവിടെ ഹാവ് കംപ്ലീറ്റഡിലെ കംപ്ലീറ്റഡ് എന്നുള്ള മെയിൻ വേർബിനെ വീണ്ടും എടുക്കുന്നു. ഹാവ് യു കംപ്ലീറ്റഡ്. ദെൻ മൈ സ്റ്റഡീസ് എന്നുള്ള ആൻസറിനെ നാം യുവർ സ്റ്റഡീസ് എന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് മാറ്റണം. അപ്പോൾ യുവർ സ്റ്റഡീസ് എന്നും ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്ത് എഴുതുക. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡീസ് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. മറ്റൊരു സെൻറ്റൻസ് ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയും എ എന്നുള്ള വ്യക്തിയുടെ ക്വസ്റ്റ്യൻ നാം കണ്ടെത്തണം. ആൻസർ ഉണ്ട് നോ ഐ എം നോട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് ബിയുടെ ആൻസർ. നോ എന്ന് തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ആവശ്യം ഒരു എസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടെ സെൻറ്റൻസിൽ ആം എന്നുള്ള ഒരു ഓക്സിലറി, ഇതിവിടുത്തെ മെയിൻ വേർബ് കൂടെയാണ്, അതുണ്ട്. പക്ഷേ സബ്ജക്റ്റ് ഐ ആണ് ആൻസറിൽ. ഐ സബ്ജക്റ്റ് ക്വസ്റ്റ്യനിൽ യു ആയിട്ട് മാറും. അപ്പോൾ യു എന്നതിനോടൊപ്പം ആം പോകില്ല. അതുകൊണ്ട് ആം, ഈസ്, ആർ എന്നീ 3 ഫോമുകളിൽ യുവിനോടൊപ്പം സാധ്യമാകുന്നത് ആർ എന്നുള്ള ഓക്സിലറി ആയിരിക്കും. അപ്പോൾ ആമിന് പകരം നാം ആർ എന്ന സബ്ജക്റ്റിന് അനുസൃതമായിട്ട് ഓക്സിലറി എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ആർ എടുത്തു, ഐ ആൻസറായി കിട്ടാൻ യു എന്നുള്ള സബ്ജക്റ്റ് കൊടുത്തു, ആർ യു. ദെൻ ദ റിമൈനിങ് പാർട്ട് ആർ യു എ ഡോക്ടർ എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് യെസ് ഓർ നോ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് സാധാരണമായിട്ട് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻ വേർഡുകളെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. നാം നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് യൂസേജിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില കോമൺ WH ക്വസ്റ്റ്യൻ വേർഡുകളാണ് ഹൂ, ആര് എന്ന അർത്ഥത്തിൽ സബ്ജക്റ്റുകളെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്
Who supported Martha? Whom ഒബ്ജക്റ്റുകളെ കുറിച്ച് ആരെ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. Whom did Mr. John meet on the ship? Whose ആരുടെ എന്നർത്ഥത്തിൽ പൊസസീവ് ഫോമായിട്ട് ഉപയോഗിക്കുന്നു. Whose inkstand was missing? Where place സ്ഥലങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. Where did Ray get a trained tiger from? When സമയത്തെക്കുറിച്ച് പൊതുവായിട്ട് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. When do all kinds of birds flock into the branches? What things, ideas, actions വസ്തുക്കൾ, ആശയങ്ങൾ, പ്രവൃത്തികൾ ഇവയൊക്കെ കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. What did Ali buy from the bakery? Which choice ഒരു തിരഞ്ഞെടുപ്പ്, ഒന്നിലധികം വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ ഏത് എന്ന അർത്ഥത്തിലേക്ക് which one എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നു. Which words did Hitchcock want for his film Birds? Why reason കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. Why did Sadish call Nilkanta a thief? What kind description of something ഏതെങ്കിലും വസ്തുക്കളെക്കുറിച്ച് ഒരു വിശദീകരണം എന്ന രൂപത്തിലേക്ക് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് What kind of a jacket was the scholarship jacket? What time ടൈം സമയത്തെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷേ വളരെ സ്പെസിഫിക് ടൈം ആയിരിക്കും, ഏത് മണിക്കൂറിൽ സംഭവിച്ചു എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദ്യം. ഉദാഹരണത്തിന് What time did the sergeant knock at the door? ഏത് സമയത്ത് എന്നുള്ള കൃത്യമായ ആ സമയം മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് At 1 o'clock in the morning എന്നൊക്കെ ആൻസർ പറയുന്ന രൂപത്തിലേക്ക്. How manner or way ഏത് രീതിയിൽ ഒരു പ്രവൃത്തി സംഭവിച്ചു എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. How did Al-Yahin and the others treat Wanga? How many number countable എണ്ണാൻ പറ്റുന്ന എണ്ണത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. How many tigers did Mr. Thoraz bring? How much amount price അൺകൗണ്ടബിൾ ആയിട്ടുള്ള എണ്ണാൻ പറ്റാത്ത സംഖ്യ, വില എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. How much did Mr. John take from his office safe? How long duration or length ഒരു സമയദൈർഘ്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നീളം, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. കൂടുതലായിട്ടും ഒരു പ്രവൃത്തി എത്ര സമയം നീണ്ടു നിന്നു, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു എന്നൊക്കെ ചോദിക്കാനാണ് ഹൗ ലോങ് ഉപയോഗിക്കാറ്. ഉദാഹരണത്തിന് How long had Wanga been apprenticed to Al-Yahin? How often frequency എത്ര പ്രാവശ്യം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. How often does Martha visit her parents? How far distance അകലം, ദൂരം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. How far was Wanga's village from Moscow town? How old age ഒരാളുടെ പ്രായം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കാലപ്പഴക്കം, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ ഉപയോഗിക്കുന്നു. How old was Konstantin Makarish? Then how come എന്നുള്ളതൊരു പ്രത്യേക തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. റീസൺ ഈക്വലൻ്റ് ടു വൈ കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ ആണിത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹൗ കം എന്നതിനോടൊപ്പം സാധാരണ വേർഡ് ഓർഡറാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഹൗ കം ദ ഡോക്ടർ വാണ്ടഡ് ടു മാരി എ ഫാറ്റ് ലേഡി. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഏതാനും ആൻസർ സെൻറ്റൻസുകൾക്കനുസൃതമായി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് പരിശീലിക്കാം. ഒന്നാമത്തെ ആൻസർ സെൻറ്റൻസ് നോ ദ കോബ്ര ഡിഡ് നോട്ട് വിൻ ദ ഫൈറ്റ് എന്നുള്ളതാണ്. ഈ ആൻസർ സെൻറ്റൻസ് ആരംഭിക്കുന്നത് നോ എന്നുള്ള പദം കൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ഉണ്ടാക്കേണ്ടത് ഒരു യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ് എന്ന്. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യനുകൾ ആരംഭിക്കേണ്ടത് ഓക്സിലറി വേർബുകൾ കൊണ്ട് ആയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ആൻസർ സെൻറ്റൻസിൽ ഒരു ഓക്സിലറി ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. നമുക്ക് കാണാൻ സാധിക്കും ഡിഡ് നോട്ട് വിൻ എന്നുള്ള നെഗറ്റീവ് വേർബിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബ് ഉണ്ട്.
എങ്കിൽ അതേ ഓക്സിലറി തന്നെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കുക. ഡിഡ് എന്നെടുത്തു. അടുത്തത് വേണ്ടത് സബ്ജക്റ്റ് ആണ്. ഓക്സിലറി കഴിഞ്ഞാൽ സബ്ജക്റ്റ് വേണം. ദ കോബ്ര എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതും എടുത്തെഴുതി. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞാൽ മെയിൻ വേർബ് വേണം. വിൻ എന്നുള്ളതാണ് മെയിൻ വേർബ്. അങ്ങനെ ഡിഡ് ദ കോബ്ര വിൻ എന്ന് ചേർത്തെഴുതി. ഇനി ആൻസർ സെന്റൻസിൽ അവശേഷിക്കുന്നത് ദ ഫൈറ്റ് എന്നുള്ളത് മാത്രമാണ്. അതോട് ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്കോട് ചേർത്താൽ നമുക്ക് ഡിഡ് ദ കോബ്ര വിൻ ദ ഫൈറ്റ് എന്നുള്ള ഒരു ചോദ്യം ലഭിച്ചു. രണ്ടാം സെന്റൻസ് പരിശോധിക്കുക. ദ പ്രിൻസിപ്പൽ ആസ്ക്ഡ് മാർത്ത ഫോർ ദ മണി. ഈ സെന്റൻസിൽ ദ പ്രിൻസിപ്പൽ എന്നത് ആൻസറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കണം. ദ പ്രിൻസിപ്പൽ എന്നുള്ളത് ഈ ആൻസർ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ്. അതായത് നാം സബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. സബ്ജക്റ്റ് ഒരു വ്യക്തി ആയതുകൊണ്ട് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നാം മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യരുത് എന്നാണ് നിയമം. അതുകൊണ്ട് ആസ്ക്ഡ് എന്നുള്ള മെയിൻ വേർബ് അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് ചേർത്തെഴുതുക. എന്നിട്ട് അവശേഷിക്കുന്ന ഭാഗങ്ങളോട് ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഹൂ ആസ്ക്ഡ് മാർത്ത ഫോർ ദ മണി എന്ന് ക്വസ്റ്റ്യൻ ലഭിക്കും. മൂന്നാമത്തെ സെന്റൻസ് നീൽകണ്ഠ ഡിസ്ലൈക്ഡ് സതീഷസ് പ്രസൻസ് എന്നുള്ളതാണ്. ഇവിടെ സതീഷസ് പ്രസൻസ് എന്നാണ് ഉത്തരമായിട്ട് ലഭിക്കേണ്ടത്. അതിലേക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ആരുടെ സാന്നിധ്യം എന്നാണ് നാം ചോദിക്കേണ്ടത്. ആരുടെ സാന്നിധ്യം എന്ന് ചോദിക്കാൻ ഹൂസ് പ്രസൻസ് എന്നായിരിക്കണം ക്വസ്റ്റ്യൻ വേർഡ്സ്. അതുകൊണ്ട് ഹൂസ് പ്രസൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എടുത്തു. ശേഷം നമുക്ക് ഓക്സിലറി വേർബ് വേണം. തന്നിരിക്കുന്ന ആൻസർ സെന്റൻസിൽ പ്രകടമായ ഒരു ഓക്സിലറി വേർബ് ഇല്ല. എന്നാൽ ഡിസ്ലൈക്ഡ് എന്നുള്ള വേർബുണ്ട്. ഡിസ്ലൈക്ഡ് എന്നുള്ള മെയിൻ വേർബിന് നമുക്ക് ഡിഡ് പ്ലസ് ഡിസ്ലൈക്ക് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഡിഡ് എന്നുള്ള ഓക്സിലറി കിട്ടി, അത് ചേർത്തു. ശേഷം സബ്ജക്റ്റ് വേണം, അത് നീൽകണ്ഠ എന്നുള്ളതാണ്. അങ്ങനെ ഹൂസ് പ്രസൻസ് ഡിഡ് നീൽകണ്ഠ എന്ന് ചേർത്തെഴുതി. ഇനി വേണ്ടത് മെയിൻ വേർബാണ്. ഡിസ്ലൈക്ഡിൽ നിന്ന് ഡിഡ് എടുത്ത് അവശേഷിച്ചിരുന്ന ഡിസ്ലൈക്ക് എന്നുള്ള മെയിൻ വേർബും ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തെഴുതി. അങ്ങനെ ഹൂസ് പ്രസൻസ് ഡിഡ് നീൽകണ്ഠ ഡിസ്ലൈക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നാലാമത്തെ സെന്റൻസ്. വാങ്ക വാസ് എഫ്രൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ. വാങ്ക തൻ്റെ യജമാനനെ കുറിച്ച് പേടിയുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ യജമാനനെ ഭയപ്പെട്ടിരുന്നു എന്നർത്ഥത്തിലേക്ക്. ഇവിടെ ഹിസ് മാസ്റ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് വാങ്ക ആരെയാണ് ഭയപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കണം. ആരെ എന്നുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാൻ ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഓക്സിലറി വേർബാണ് വേണ്ടത്. ഈ നാലാമത്തെ ആൻസർ സെന്റൻസിൽ വാസ് എന്നുള്ളത് ഒരു മെയിൻ വേർബാണ്. പക്ഷേ ഒരു വേർബ് ബി ഓക്സിലറി ഫോം, അത് ക്വസ്റ്റ്യനിലും നമുക്ക് അതേപോലെ തന്നെ ഒരു ഓക്സിലറിയുടെ സ്ഥാനത്തും ഉപയോഗിക്കാം. അങ്ങനെ ഹൂം വാസ് എന്ന് ചേർത്തെഴുതി. ദെൻ സബ്ജക്റ്റ് വേണം വാങ്ക. ശേഷം എഫ്രൈഡ് ഓഫ് എന്നുള്ള അവശേഷിക്കുന്ന ഭാഗവും ക്വസ്റ്റ്യൻ മാർക്കോടെ ചേർത്ത് ഹൂം വാസ് വാങ്ക എഫ്രൈഡ് ഓഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നാം ഉണ്ടാക്കി. അഞ്ചാമത്തെ ചോദ്യം. മിസ്റ്റർ ജോൺ ഹാഡ് ബീൻ ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് ഫോർ ദ ലാസ്റ്റ് 15 years എന്നുള്ളതാണ്. ഇവിടെ ഫോർ ദ ലാസ്റ്റ് 15 years എന്നുള്ള ഒരു ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ ആൻസർ. അതിന് അനുസൃതമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാക്കുക. നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു ഡ്യൂറേഷനെ കുറിച്ച് ചോദിക്കാൻ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് അനുയോജ്യമായ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. ഇനി വേണ്ടത് ഓക്സിലറി വേർബാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹാഡ് ബീൻ എന്നുള്ളതാണ് വേർബ്. ഹാഡ് പ്ലസ് ബീൻ എന്നുള്ള V3 ഫോമുണ്ട്. അതുകൊണ്ട് ഹാഡ് എന്നുള്ളത് ഒരു ഓക്സിലറി വേർബാണ്. അതേ ഓക്സിലറിയെ നാം എടുക്കുക. ശേഷം ഓക്സിലറി കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് മിസ്റ്റർ ജോൺ. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വേർബ് വേണം, അത് ബീൻ എന്നുള്ളതാണ്. അത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെൻറ്റൻസിൽ അവശേഷിക്കുന്ന പാർട്ട് ചേർത്തെഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്, ഹാഡ് എന്നുള്ള ഓക്സിലറി,
മിസ്റ്റർ ജോൺ എന്നുള്ള സബ്ജക്റ്റ്, ബീൻ എന്നുള്ള മെയിൻ വേർബ്, ദെൻ ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള റിമൈനിങ് പാർട്ട്. ഹൗ ലോങ് ഹാഡ് മിസ്റ്റർ ജോൺ ബീൻ ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ചോദ്യം നാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ആറാമത്തെ സെൻറ്റൻസ് ദ ബോയ്സ് ഗ്രാൻഡ് ഫാദർ വാസ് 65 years ഓഫ് ഏജ് എന്നുള്ളതാണ്. ഈ സെൻറ്റൻസിൽ 65 years ഓഫ് ഏജ് എന്നുള്ളത് ആൻസറായി കിട്ടാൻ നാം ഒരു ചോദ്യം ചോദിക്കണം. ഒരാളുടെ പ്രായത്തെക്കുറിച്ച് ചോദിക്കാൻ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഓൾഡ് എന്ന് നാം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ആ അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ് നാം എടുത്തു ഹൗ ഓൾഡ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെൻറ്റൻസിൽ വാസ് എന്നുള്ള വേർബ് ബി ഫോം ഉണ്ട്. അത് മെയിൻ വേർബാണ്. പക്ഷേ ഒരു ചോദ്യത്തിൽ അതിനൊരു ഓക്സിലറി പോലെ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഹൗ ഓൾഡ് വാസ് എന്ന് എടുത്തെഴുതി. ഇനി വേണ്ടത് സബ്ജക്റ്റാണ്. ദ ബോയ്സ് ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതും ചേർത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. ഹൗ ഓൾഡ് വാസ് ദ ബോയ്സ് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ക്വസ്റ്റ്യൻ ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് ഏഴാമത്തെ ആൻസർ സെൻറ്റൻസ് കിരൺ ലിവ്സ് ഇൻ ചാന്ദർനഗർ വില്ലേജ് എന്നുള്ളതാണ്. ഇവിടെ ചാന്ദർനഗർ വില്ലേജ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരേണ്ടത്. അത് ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഒരു പ്ലേസിനെ കുറിച്ച് ചോദിക്കാൻ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് വേണ്ടത്. നാം അത് ചേർത്ത് കൊടുക്കുന്നു. വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തു. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഓക്സിലറി വേർബാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പ്രകടമായ രീതിയിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ല. അതുകൊണ്ട് ലിവ്സ് എന്നുള്ള മെയിൻ വേർബിനെ നാം സ്പ്ലിറ്റ് ചെയ്യണം. ലിവ്സ് എന്നുള്ളത് ഒരു എസ് ഫോം വേർബാണ്. അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡസ് ആയിരിക്കും. ഡസ് പ്ലസ് ലിവ് എന്നായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഡസ് എന്നുള്ള ഓക്സിലറി കിട്ടി. ദെൻ സബ്ജക്റ്റ് വേണം. അത് കിരൺ ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വേർബ് ഡസ് കഴിഞ്ഞ് അവശേഷിക്കുന്ന ലിവ് എന്നുള്ള മെയിൻ വേർബ് ചേർത്ത് വേർ ഡസ് കിരൺ ലിവ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടി. എട്ടാമത്തെ സെൻറ്റൻസ് യെസ് മാർത്ത വൺ ദി അവാർഡ് എന്നുള്ളതാണ്. ഈ ആൻസർ സെൻറ്റൻസ് തുടങ്ങുന്നത് എസ് എന്നുള്ള പദം കൊണ്ടായതുകൊണ്ട് നമുക്കറിയാം നമുക്ക് വേണ്ടത് ഒരു യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത് ഓക്സിലറി വേർബ് കൊണ്ടായിരിക്കണം. ഈ സെൻറ്റൻസിൽ പ്രകടമായ രീതിയിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ല. അതുകൊണ്ട് നാം മെയിൻ വേർബ് വൺ എന്നുള്ള മെയിൻ വേർബുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. വൺ എന്നുള്ളത് വിൻ എന്നതിൻ്റെ സിമ്പിൾ പാസ്റ്റ് രൂപമാണ്. അപ്പോൾ അതിൽ ഡിഡ് അടങ്ങിയിരിക്കും. ഡിഡ് പ്ലസ് വിൻ എന്നായിരിക്കും അത് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുക. അങ്ങനെ ഡിഡ് നാം എടുത്തു. പിന്നെ സബ്ജക്റ്റ് വേണം. മാർത്ത എന്നുള്ളതാണ് സബ്ജക്റ്റ്. അങ്ങനെ മാർത്ത എടുത്തു. ദെൻ റിമൈനിങ് പാർട്ട് ഓഫ് ദി മെയിൻ വേർബ് വിൻ എന്നായിരിക്കും. അതും ചേർത്ത് ദി അവാർഡ് എന്നുള്ള അവശേഷിക്കുന്ന ഭാഗം ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്ത് എഴുതുക. ഡിഡ് മാർത്ത വിൻ ദി അവാർഡ്? യെസ്, മാർത്ത വൺ ദി അവാർഡ് എന്ന രൂപത്തിൽ ആൻസറും ഓൾറെഡി ഉണ്ട്. ഇതുവരെ നാം ഇവിടെ വിശദീകരിച്ച എക്സാമ്പിളുകളിൽ നിന്നും ചെയ്ത എക്സസൈസുകളിൽ നിന്നും ക്വസ്റ്റ്യൻ ഫോർമേഷനെ കുറിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.